ഇത് നമ്മൾ താമര നട്ടിരുന്ന ഒരു ടബ്ബാണ്. അപ്പോൾ അതിലെ താമര മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ ടബ്ബ് നിറച്ച ഗപ്പിയാണ്. അപ്പോൾ നമുക്കിതിനെ ഇതിലെ വെള്ളം കളയണം. അപ്പോൾ ആ ഗപ്പിയെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുകയും വേറെ ടാങ്കിൽ ഇടുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇത് പിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബക്കറ്റ് വെച്ച് അതിൽ ഒരു പന്ന തോർത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ നിന്നെടുക്കുന്ന വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ ഗപ്പി ഉണ്ടെങ്കിൽ ഈ തോർത്തിൽ കിട്ടും. അത് നമുക്ക് ഇതുപോലെ മഗ്ഗിലിട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതിൽ നിറയെ ഗപ്പിയുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ പിടിക്കേണ്ടി വരും. കൈകൊണ്ട് പിടിച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ തോർത്തിൽ വന്നത് ഞാൻ കൈകൊണ്ട് തന്നെ ഇതിലോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞപ്പോഴത്തേന് ആ തോർത്തിൽ വെള്ളത്തിൽ തന്നെ ഗപ്പി പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു എളുപ്പം. ഇത് നമുക്ക് വല കൊണ്ട് പിടിച്ച് കപ്പിലേക്ക് മാറ്റാം. നമുക്ക് ഈ വല കൊണ്ട് തന്നെ മീനെ എല്ലാം പിടിച്ച് ഈ കപ്പിലേക്ക് ഇറക്കി കൊടുക്കാം. വലയിലെ മീനുകളെല്ലാം കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ എല്ലാ ഗപ്പിയും പിടിച്ചതിന് ശേഷം ബക്കറ്റിലെ വെള്ളം ഒന്നും കൂടെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ ആക്കിയെടുക്കാൻ. ഇത് വല ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും. ഈ ബക്കറ്റിലെ വെള്ളം കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ തോർത്തോടു കൂടി തന്നെ കളയുക. കുറച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൽ നിന്നും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ അഴുക്കുകൾ വരാൻ തുടങ്ങി. കലങ്ങാതെ വേണം എടുക്കാൻ. അപ്പോഴാണ് ഗപ്പിയെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുക. അടിയിലോട്ട് എടുത്തപ്പോഴത്തേന് കലങ്ങിയ വെള്ളമാണ്. പക്ഷെ നമുക്കിതിൽ ഗപ്പി ഓടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗമാണ്. കണ്ടില്ലേ, മണ്ണ് ചെളി നിറച്ചിരിക്കുകയാണ് താമര നട്ടപ്പോൾ. പക്ഷേ അതിൽ ചെറിയ ഗപ്പികൾ അനേകമുണ്ട്. ഇനി ആ വെള്ളം അടിയിൽ ചെളി കലങ്ങാതെ നമുക്ക് ചെറിയ കപ്പും കൊണ്ട് കോരിയെടുക്കണം. ഇല്ല, ചെറുതായിട്ടിട്ട് ഇനി ഒന്ന് പിടിച്ച് നോക്കാം. കണ്ടില്ലേ, ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വലയിട്ട് പറ്റുന്നത്രയും നമുക്കൊന്ന് പിടിക്കാം. ആദ്യമേ തന്നെ വലയിട്ട് പിടിക്കാതിരുന്നത് ഇതിൽ നിറയെ ഒച്ചുകളുണ്ട്. കണ്ടില്ലേ, ഈ ടബിന് ചുറ്റിനും നിറയെ ഒച്ചുകളാണിത്. അപ്പോൾ ഈ ഒച്ചുകളുള്ളത് കൊണ്ടാണ് ആദ്യമേ ഈ വെള്ളത്തിലും ഉണ്ടായിരുന്ന ഒച്ചുകൾ. അപ്പം അതുകൊണ്ടാണ് തോർത്തിൽ നമുക്ക് വരുമ്പോൾ ഗപ്പി മാത്രമായിട്ട് എടുക്കാം. ഒച്ചുകൾ വരുന്ന സമയത്ത് ഒച്ചുകളെ എടുത്ത് കളയാമല്ലോ. കണ്ടില്ലേ, കലങ്ങിയ വെള്ളത്തിൽ നിന്ന് ഗപ്പികളെല്ലാം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അഴുക്ക് വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് നമുക്ക് ഒരു അഴുക്ക് ബക്കറ്റിൻ്റെ മുകളിലോട്ട് 2-3 പ്രാവശ്യം നമ്മൾ വലയിലേക്ക് ഒഴിച്ച് അത് നല്ല വെള്ളത്തിലിട്ട് അങ്ങനെ കുറേ അഴുക്കുകൾ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനികളാണിത്. ഈ ഗപ്പികളെ നമ്മൾ ഈ വലിയ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വലയുടെ മുകളിൽ കൂടെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്.